ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു AZB അക്കാഡമി. എല്ലാവർക്കും AZB അക്കാഡമിയുടെ വീക്ക്ലി കറണ്ട് അഫെയർ സെഷനിലേക്ക് സ്വാഗതം. സോ ഡിസംബർ 22 മുതൽ 27 വരെയുള്ള ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് പോയിന്റുകൾ വൺ ഷോട്ട് ആയിട്ട് നമുക്ക് ഓടിച്ച് നോക്കി പോകാം. സോ ആദ്യത്തെ പോയിന്റ് എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ഇന്ത്യ ക്രൗൺ ചാമ്പ്യൻ ഓഫ് WSF സ്ക്വാഷ് വേൾഡ് കപ്പ്. സോ ഇന്ത്യ ഫസ്റ്റ് ടൈം ആയിട്ട് സ്ക്വാഷ് വേൾഡ് കപ്പ് ക്രൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു പ്രത്യേകത കൂടിയുണ്ട്, നമ്മുടെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു വേൾഡ് കപ്പ് കിരീടം, സ്ക്വാഷ് കപ്പ് കിരീടം ഇന്ത്യ ആദ്യമായിട്ട് നേടിയത്. എവിടെയാണ്? അറ്റ് ചെന്നൈ. സോ ചെന്നൈയിൽ വെച്ച് നടന്ന സ്ക്വാഷ് വേൾഡ് കപ്പ് ഫൈനൽ കിരീടം ഇന്ത്യ ക്രൗൺ ചെയ്തു. ആൻഡ് ഇന്ത്യ ആരെയാണ് ഡിഫീറ്റ് ചെയ്തത്? സോ ഹോങ്കോങ്ങിനെ ഡിഫീറ്റ് ചെയ്ത് സ്ക്വാഷ് വേൾഡ് കപ്പ് ഇന്ത്യ നേടി. സോ ഗൂഗിൾ അൺവെയിൽസ് പ്രോജക്ട് സൺ ക്യാച്ചർ. സോ പ്രോജക്ട് സൺ ക്യാച്ചർ ഏത് കമ്പനിയുടേതാണ്, അല്ലെങ്കിൽ ആരാണ് അത് അൺവെയിൽ ചെയ്തത്? ഗൂഗിളിന്റെ ഒരു സ്പേസ് പ്രോഗ്രാം ആണ്. ഏത്? സൺ ക്യാച്ചർ ഗൂഗിളിന്റെ ഒരു സ്പേസ് പ്രോഗ്രാം ആണ്. എന്താണ് സംഭവം? ഒരു റിസർച്ച് ഇനിഷ്യേറ്റീവ് ആണ്. സ്പേസിൽ ഒരു റിസർച്ച് ഇനിഷ്യേറ്റീവ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു AI പവേർഡ് ഡേറ്റാ സെന്റർ സ്പേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഗിളിന്റെ ഇനിഷ്യേറ്റീവ് ആണ് ഏത്? സൺ ക്യാച്ചർ. So Italy becomes first country to get UNESCO recognition for its national cuisine. അപ്പോ എന്താണ്? ഫുഡ് അല്ലെ, നാഷണൽ കുസീന് വേണ്ടിയിട്ടുള്ള യുനെസ്കോ റെക്കഗ്നിഷൻ ആദ്യമായി നേടിയ രാജ്യം ഏതാണ്? ഇറ്റലി. So India and ADB signs loan worth $2.2 billion for development projects. അപ്പൊ ഇന്ത്യയും ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കും കൂടി റീസെന്റ് ഒരു MOU സൈൻ ചെയ്തു ഡെവലപ്മെന്റ് പ്രൊജക്ടിന് വേണ്ടിയിട്ട്. അപ്പൊ എത്ര രൂപയുടെ പ്രൊജക്റ്റ് ആണ്? $2.2 ബില്യൺ ഡെവലപ്മെന്റ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ എത്ര ലോൺ ആണ്? 5 ലോൺസ് സൈൻ ചെയ്തിട്ടുണ്ട്. സോ 5 ലോൺസ് ആർ സൈൻഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ADB ഫോർ ഡെവലപ്മെന്റൽ പ്രോജക്ട്സ്. ഓക്കെ, അപ്പൊ ഈ മെയിൻ ആയിട്ടും ഈ 5 ലോൺസ് 3 സ്റ്റേറ്റിനെ ഫോക്കസ് അല്ലെങ്കിൽ 3 സ്റ്റേറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ 5 ലോൺസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെ സ്റ്റേറ്റുകളാണ്? ആസാം, മേഘാലയ ആൻഡ് തമിഴ്നാട്. സോ 3 സ്റ്റേറ്റ്സിന് സ്പെസിഫിക്കലി ഈ 3 സ്റ്റേറ്റ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഡെവലപ്മെന്റ് പ്രോജക്ട്സിന് വേണ്ടിയിട്ട് 5 ലോൺസ് ഇന്ത്യയും ADBയും കൂടി റീസെന്റ് സൈൻ ചെയ്തു. So Miyana Railway Station receives National Energy Conservation Award. അപ്പോൾ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? മിയാന റെയിൽവേ സ്റ്റേഷൻ ആണ്. ഇവിടെ മധ്യപ്രദേശിലെ ഗുണ ഡിസ്ട്രിക്റ്റിലുള്ള മിയാന റെയിൽവേ സ്റ്റേഷൻ. സോ മധ്യപ്രദേശിലുള്ള ഗുണ ഡിസ്ട്രിക്റ്റിലെ മിയാന റെയിൽവേ സ്റ്റേഷന് എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ചു. അപ്പൊ ഈ അവാർഡ് പ്രസന്റ് ചെയ്ത നമ്മുടെ പ്രസിഡന്റ് ആണ് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്തത്. അപ്പൊ എന്നാണ്? നാഷണൽ എനർജി കൺസർവേഷൻ ഡേയുടെ അന്നാണ് ഈ ഒരു അവാർഡ് പ്രസന്റ് ചെയ്തത്. അപ്പൊ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ എന്നാണ്? ഡിസംബർ 14 ആണ് നാഷണൽ എനർജി കൺസർവേഷൻ ഡേ. സോ പ്രൈം മിനിസ്റ്റർ മോദി വിസിറ്റ്സ് അഡിസ് അബാബ അല്ലെ, എത്യോപ്യൻ ക്യാപിറ്റൽ ആണ് അഡിസ് അബാബ. റീസെന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എത്യോപ്യ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എത്യോപ്യയുടെ ഹയസ്റ്റ് സിവിലിയൻ ഓണർ നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് ലഭിച്ചു. സോ പുതിയ ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ജോസ് ആന്റോണിയോ became ചിലീസ് പ്രസിഡന്റ്. The government extend tenure of SBI MD Ashwini Kumar Tiwari by years. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുള്ള അശ്വിനി കുമാർ തിവാരിയുടെ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ്? 2 വർഷത്തേക്ക് ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്തു. ഭാരത് ടാക്സി ടു റോൾ ഔട്ട് ഇൻ ജാനുവരി 2026. അപ്പം ഇന്ത്യൻ ഗവൺമെന്റ് ഓൺ ചെയ്തിട്ടുള്ള ഒരു റൈഡ് ഹെയിലിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഓൺലൈൻ ക്യാബ് ഒക്കെ ബുക്ക് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് ഭാരത് ടാക്സി. അപ്പൊ നമ്മുടെ ഇപ്പോൾ ഉള്ള ഓല, യൂബർ, അപ്പൊ അവരെയൊക്കെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് അവർക്കെതിരെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗവൺമെന്റ് പ്ലാറ്റ്ഫോം, ഓൺലൈൻ റൈഡിംഗ് പ്ലാറ്റ്ഫോം ആണ് ഭാരത് ടാക്സി. അപ്പൊ അത് അടുത്ത വർഷം ജാനുവരിയോട് കൂടി അത് പ്രാബല്യത്തിൽ വരും. ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സീറോ കമ്മീഷൻ പ്ലാറ്റ്ഫോം ആണ്.
സോ വിസ വേവർ എഗ്രിമെന്റ് റീസെന്റ്ലി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് വിസ വേവർ എഗ്രിമെന്റ് സൈൻ ചെയ്തത്? ഇന്ത്യയും സൗദി അറേബ്യയും ഒഫീഷ്യൽസിന് വേണ്ടിയിട്ടുള്ള ഒഫീഷ്യൽ ട്രാവലിന് വേണ്ടിയിട്ടുള്ള വിസ വേവർ എഗ്രിമെന്റ് ഇന്ത്യയും സൗദി അറേബ്യയും റീസെന്റ്ലി സൈൻ ചെയ്തു. സോ എയർ ഇന്ത്യ ബാഗ്സ് ബെസ്റ്റ് ഡൊമസ്റ്റിക് എയർലൈൻ ടൈറ്റിൽ. അപ്പോൾ ട്രാവൽ പ്ലസ് ലെഷർ ഇന്ത്യ അവാർഡ്സിൽ ബെസ്റ്റ് ഡൊമസ്റ്റിക് കാറ്റഗറിയിൽ ബെസ്റ്റ് ഡൊമസ്റ്റിക് എയർലൈൻ കാറ്റഗറിയിൽ ഏത് എയർലൈൻസ് ആണ് അവാർഡ് നേടിയത്? എയർ ഇന്ത്യയാണ് ബെസ്റ്റ് ഡൊമസ്റ്റിക് കാറ്റഗറിയിൽ അവാർഡ് നേടിയത്. ആൻഡ് വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് ടൈറ്റിൽ ആർക്കാണ്? സിംഗപ്പൂരിലെ ചങ്കി എയർപോർട്ട് ആണ് വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ട് ടൈറ്റിൽ കാറ്റഗറിയിൽ ഇടം നേടി. സോ ഇന്ത്യ ടോപ്സ് ഗ്ലോബൽ ചാർട്ട്സ് ഇൻ AI ആപ്പ് ആക്റ്റീവ് യൂസ്. അപ്പോൾ AI മാക്സ് ഇപ്പൊ എല്ലാവരും AI ആണല്ലോ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും AIയോടാണ് ചോദിക്കുന്നത്. സോ ഡെയിലി ബേസിസിലാണെങ്കിലും മന്ത്ലി ബേസിസിലാണെങ്കിലും AI ആപ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു ചാർട്ടിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ടോപ്പിൽ ഇടം നേടിയിട്ടുള്ളത് ആരാണ്? നമ്മുടെ രാജ്യമാണ്. സോ ഇന്ത്യ ടോപ്സ് ദി ഗ്ലോബൽ ചാർട്ട്സ് ഇൻ AI ആപ്പ് ആക്റ്റീവ് യൂസേഴ്സ്. സോ ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സമ്മിറ്റ് WHO അതുപോലെ തന്നെ നമ്മുടെ മിനിസ്ട്രി ഓഫ് ആയുഷും കൂടി ചേർന്ന് നടത്തുന്ന ട്രഡീഷണൽ മെഡിസിന്റെ ഗ്ലോബൽ സമ്മിറ്റ് റീസെന്റ്ലി നടന്നു. എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. സോ ന്യൂഡൽഹിയിൽ വെച്ച് ഗ്ലോബൽ സമ്മിറ്റ് ഓൺ ട്രഡീഷണൽ മെഡിസിൻസ് റീസെന്റ്ലി എവിടെ വെച്ച് നടന്നു? ന്യൂഡൽഹിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. ഓക്കെ, സോ ആരാണ്? WHO അതുപോലെ തന്നെ ആയുഷ് മിനിസ്ട്രിയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സമ്മിറ്റ് നടന്നത്. സെക്കൻഡ് സമ്മിറ്റ് ആണ് ഇപ്പൊ ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത്. ആൻഡ് അതിന്റെ ഫസ്റ്റ് സമ്മിറ്റ് 2023 ഗുജറാത്തിലെ ഗാന്ധിനഗറിലാണ് ഫസ്റ്റ് സമ്മിറ്റ് നടന്നത്, ഗുജറാത്തിൽ. സോ സ്കൾപ്ചർ റാം സുധർ ഡിസൈൻ ഓഫ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അപ്പൊ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഡിസൈനർ ആയിട്ടുള്ള സ്കൾപ്ചർ റാം സുധർ, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റാച്യു മാൻ എന്നറിയപ്പെട്ടിരുന്ന റാം സുധർ റീസെന്റ് ഡിമൈസ് ആയി, അദ്ദേഹം അന്തരിച്ചു. ശാന്തി ബില്ല് പാർലമെന്റ് ക്ലിയർ ചെയ്തു. എന്താണ് സംഭവം? സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അപ്പോൾ ശാന്തി ബിൽ പേര് കേൾക്കുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ബില്ലാണെന്ന് തോന്നും. സംഭവം ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ പ്രൈവറ്റ് കമ്പനീസിന് അപ്രൂവൽ, ഗവൺമെന്റ് റെഗുലേഷനോട് കൂടി ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഓപ്പറേറ്റ് ചെയ്യാനും നിർമ്മിക്കാനുമുള്ള അനുവാദം ഈ പ്രൈവറ്റ് കമ്പനീസ് നൽകിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് ശാന്തി ബിൽ. അതിന് ഗവൺമെന്റ് പാസ് ചെയ്തു. സോ ഒഡീഷ ടു ഹോസ്റ്റ് റീജിയണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് കോൺഫറൻസോ റീജിയണൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇമ്പാക്ട് കോൺഫറൻസ് ഹോസ്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഒഡീഷ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അത് ഹോസ്റ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യ ഒമാൻ ഇൻ കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ്. അപ്പൊ റീസെന്റ് പ്രൈം മിനിസ്റ്റർ ലാസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത രാജ്യം ഏതാണ്? ഒമാനാണ്. അപ്പൊ ആ വിസിറ്റ് വഴി അവിടുത്തെ ഒരു ഓണർ, ഈ ബൈലാറ്ററൽ റിലേഷൻഷിപ്പുകൾക്കൊക്കെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്ലോബൽ ലീഡേഴ്സിന് നൽകുന്ന ഒരു ഓർഡർ ഓഫ് ഒമാൻ റീസെന്റ് ആയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഓണർ? ഓർഡർ ഓഫ് ഒമാൻ. അപ്പൊ അദ്ദേഹം അവിടെ വിസിറ്റ് നടത്തിയതിന്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജിക് ടൈപ്പുകളും MOUസും ഒക്കെ സൈൻ ചെയ്തു. അതിൽ എസ്പെഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് ഇന്ത്യയും ഒമാനുമായിട്ട് റീസെന്റ്ലി സൈൻ ചെയ്തു. സോ ഏവിയ ഇന്ദ്ര എയർ എക്സർസൈസ്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബൈലാറ്ററൽ എയർ എക്സസൈസ് ആണ് ഏവിയ ഇന്ദ്ര. അപ്പൊ അതിന്റെ തേർഡ് എഡിഷൻ റീസെന്റ്ലി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റാർട്ട് 2014 സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ജോയിന്റ് ബൈലാറ്ററൽ എയർ എക്സസൈസ് ഏവിയ ഇന്ദ്ര റീസെന്റ്ലി നടന്നു. സോ എയർ ഇന്ത്യയുടെ MD ആൻഡ് CEO പുതിയൊരു അപ്പോയിന്റ്മെന്റ് ആണ്. എയർ ഇന്ത്യയുടെ MD ആൻഡ് CEO ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ശശ്വത് ശർമ്മയെ റീസെന്റ്ലി അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്റ്റൈൽ റെസ്ലിംഗ് ദംഗൽ ഇന്ത്യൻ സ്റ്റൈൽ റെസ്ലിംഗ് ഫസ്റ്റ് എവർ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്റ്റൈൽ റെസ്ലിംഗ് എവിടെ നടന്നു? ജമ്മു ആൻഡ് കാശ്മീർ ആണത് ഹോസ്റ്റ് ചെയ്തത്. സോ ഇന്ത്യക്ക് ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ലഭിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി. ഇന്ത്യസ് ഫസ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ഈസ് ഇൻ ഗോരഖ്പൂർ, UP. So, capuchin monkeys from South Africa import to Bannerghatta
ബയോളജിക്കൽ പാർക്ക്. അപ്പോൾ ഇക്കോസിസ്റ്റത്തിന്റെ ഒക്കെ ഒരു ഡെവലപ്മെന്റിന്റെ ഒക്കെ ഭാഗമായിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മങ്കീസിനെ, ഏത് കാറ്റഗറി, കാപ്പൂച്ചിൻ മങ്കീസിനെ, ആ പേരൊന്ന് ശ്രദ്ധിക്കണേ, ഇൻ കേസ് അതായിരിക്കാം നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. സോ കാപ്പൂച്ചിൻ മങ്കീസിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 8 കാപ്പൂച്ചിൻ മങ്കീസിനെ ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏത് ബയോളജിക്കൽ പാർക്കാണ്? കർണാടകയിലെ ബാൻഹർഘട്ട ബയോളജിക്കൽ പാർക്ക്. കർണാടകയിലെ ബാൻഹർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് 8 മങ്കീസിനെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഗിഗ് വർക്കേഴ്സ് വെൽഫെയറിന് വേണ്ടിയിട്ട് റീസെന്റ്ലി ലാൻഡ്മാർക്ക് ലോ ക്ലിയർ ചെയ്ത സ്റ്റേറ്റ് ഗവൺമെന്റ് ഏതാണ്? ജാർഖണ്ഡ്. അപ്പൊ 2026 ബ്രിക്സ് പ്രസിഡൻസി ആരാണ്? ബ്രിക്സ് പ്രസിഡൻസിയിലേക്ക് വരുന്ന ഇന്ത്യയാണ്. അപ്പൊ ഇതിനു മുൻപ് ആരായിരുന്നു? ബ്രസീലാണ്. ബ്രസീൽ അവരുടെ പ്രസിഡൻസി ഇന്ത്യക്ക് കൈമാറിയിട്ടുണ്ട്. സോ ആസാമില് ഒരു അമോണിയ യൂറിയ ഫെർട്ടിലൈസർ പ്ലാന്റ് വരാൻ പോകുന്നു. സോ ആ പ്ലാന്റിനുള്ള പ്ലാന്റ് ലോഞ്ച് ചെയ്തില്ലേ, ഇനോഗ്രേറ്റ് ചെയ്തിന്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലോഞ്ച് ചെയ്തത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. അപ്പൊ ഈ ഒരു യൂറിയ പ്ലാന്റിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് എത്രയാണ്? 10,601 കോടി രൂപയാണ് ഈ ഒരു അമോണിയ യൂറിയ പ്ലാന്റ് ആസാമിൽ വരാൻ പോകുന്ന ഫെർട്ടിലൈസർ പ്ലാന്റിന് വേണ്ടിയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള തുക 10,601. So Indian Navy retires INS Sindhu Ghosh. അപ്പൊ റീസെന്റ് ഇന്ത്യൻ നേവി കംപ്ലീറ്റ് ഡീകമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവൽ ഷിപ്പാണ് INS സിന്ധു ഘോഷ്. സോ 40 under 40 ലോയർ അവാർഡ് ഇന്ത്യയിൽ ഈ ഒരു ലോയർ സെക്ഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ സെക്ഷനിൽ കൊടുക്കുന്ന ഒരു ഹയസ്റ്റ് ഓണർ ആണ് 40 under ലോയർ അവാർഡ്. സോ ആർക്കാണത് ലഭിച്ചത്? അഡ്വക്കേറ്റ് ശുഭം അവസ്ഥി, സുപ്രീം കോർട്ട് ജഡ്ജായിട്ടുള്ള ശുഭം അവസ്ഥയ്ക്ക് 40 under 40 ലോയർ അവാർഡ് കൺഫേർഡ് ചെയ്തു. സോ നെക്സ്റ്റ് ജനറേഷൻ ആകാശ് മിസൈൽ സിസ്റ്റത്തിന്റെ ട്രയൽ റൺ ഇവാലുവേഷൻ ആരാണ് അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷൻ ആണ് കംപ്ലീറ്റ് ചെയ്തത്? DRDO അല്ലെങ്കിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി ഇവാലുവേഷൻ ട്രയൽ ഓഫ് നെക്സ്റ്റ് ജനറേഷൻ ആകാശ് മിസൈൽ. അപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ലാബ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഒരു AI ലാബ് അസിസ്റ്റന്റിനെ ഡെവലപ്പ് ചെയ്തത് ഏത് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഏത് IIT ആണ് ഡെവലപ്പ് ചെയ്തത്? IIT ഡൽഹി ഡെവലപ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ലാബ് അസിസ്റ്റന്റ്. The first Asian batter to cross 4,000 runs in Women's 2020 International. അപ്പോൾ Women's 2020 International 4,000 റൺ ക്രോസ് ചെയ്ത ആദ്യത്തെ ഏഷ്യൻ ബാറ്റർ സ്മൃതി. സോ നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ അല്ലെങ്കിൽ NCW launches ശക്തി സ്കോളേഴ്സ് ഫെലോഷിപ്പ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ലേഡീസ് സ്കോളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് ആണ് ശക്തി ഫെലോഷിപ്പ്. അറൌണ്ട് 1 lakh ഈ ഒരു സ്കോളർഷിപ്പ് ലഭിക്കുന്ന വ്യക്തിക്ക് 1,00,000 രൂപയും 6 മാസത്തേക്കായിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു ശക്തി ഫെലോഷിപ്പ് ആര് ലോഞ്ച് ചെയ്തു? നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ ലോഞ്ച് ചെയ്തിട്ട്. സോ നെക്സ്റ്റ് പോയിന്റ് എന്താണ്? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഇൻഡെക്സ് ഫസ്റ്റ് ഇൻഡിജിനസ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ. ആദ്യത്തെ ഇൻഡിജിനസ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ ഏതാണ്? സമുദ്ര പ്രതാപ്. So India set to take over Kimberley process chairmanship from January 1, 2026. അപ്പോൾ കിംബർലി പ്രോസസ് എന്താണ്? ഡയമണ്ട് സർട്ടിഫിക്കേഷൻ ആണല്ലേ, ഡയമണ്ടിന്റെ ഒരു സർട്ടിഫിക്കേഷൻ സ്കീമാണ്. അപ്പൊ അതിന്റെ ചെയർമാൻഷിപ്പ് ആയിട്ട് അടുത്ത വർഷം ആര് ചുമതല ഏൽക്കാൻ പോവുകയാണ്? ഇന്ത്യ സെറ്റ് ടു ടേക്ക് ദി ചെയർമാൻഷിപ്പ് ഓഫ് കിംബർലി പ്രോസസ് ചെയർമാൻഷിപ്പ്. സോ MD ഓഫ് റെയിൽ വികാസ് നിഗം ലിമിറ്റഡിന്റെ MD ആരാണ്? സലീം അഹമ്മദ്. സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീക്ക്ലി സെഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ റെഗുലർ ബേസിസിൽ തന്നെ കറണ്ട് അഫയേഴ്സ് റെഗുലർ ആയിട്ട് നോക്കുക. അടുത്ത കറണ്ട് അഫയേഴ്സ് സെഷനിൽ കാണാം. താങ്ക്